ഹലോ എവരിവൺ, സോ വെൽക്കം ടു അനദർ വ്ളോഗ്. പിന്നെ നമ്മളൊപ്പല്ലേ ഷിരാക്സ് ആണ്. ഷിരാക്സിനെ കറന്റ് അധികം ആൾക്കാർക്ക് അറിയണ്ടാവില്ല. പക്ഷെ ഞാൻ കണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻഫ്ലുവൻസേഴ്സ് ഇൻ കേരള ആയിരുന്നു ഷിരാക്സ്. അപ്പൊ ഷിരാക്സിനെ കണ്ടാണ് ഞാൻ കണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ആഗ്രഹിച്ച പോലെ തന്നെ നമുക്ക് രണ്ടുപേർക്കും ഒപ്പം കൂടിയാണ് വർക്കൗട്ട് ചെയ്യാൻ പറ്റി. വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ മനസ്സിലായത് മൈക്ക് ഓഫ് ആയിരുന്നുള്ള കാര്യം. എന്നാലും നമുക്ക് വ്ളോഗ് ഇടാക്കാൻ പറ്റൂല. അതുകൊണ്ട് നമ്മൾ വോയിസ് ഓവർ കൊടുക്കാൻ പോവുകയാണ്. സോ വീഡിയോ മാക്സിമം ഫുള്ളായിട്ട് കാണാൻ നോക്കുക. നല്ല അടിപൊളി ആംസ് വർക്കൗട്ടാണ്. ഇപ്പൊ ഷിരാക്സിനെ ഇങ്ങനെ കാണാൻ നോക്കണ്ട, കുപ്പായിരുപ്പം കാണാൻ ബാക്കിയുള്ളത്. അപ്പോൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. കുറച്ച് ലേറ്റ് ആയിക്കണ്. ഫസ്റ്റ് നമ്മൾ വാംപ് ചെയ്യാം. ഷോൾഡർ ആംസും കളിക്കാണ്ട്. അപ്പോൾ ഷോൾഡർ നല്ല രീതിക്ക് വാമാക്കി. ഷിരാസ് ജിംഷാക്കിന് കുപ്പായ കിട്ടി വന്നാണ്. അങ്ങനെ ഫസ്റ്റ് നമ്മൾ ചെയ്ത വർക്കൗട്ട് ഷോൾഡർ പ്രസ് ആണ്. ഷോൾഡർ പ്രസ് ആദ്യം ചെറിയ വെയിറ്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഷോൾഡർ പ്രസ് നമുക്ക് 4 സെറ്റ് ചെയ്യാണ്ട്. അപ്പോൾ 2 സെറ്റ് നമ്മൾ ലൈറ്റ് വെയിറ്റ് ചെയ്യാണ്ട് നമ്മൾ വാംപ് ചെയ്തു. 2 സെറ്റ് നമ്മൾ ഫെയിൽ വരെ മാക്സിമം വെയിറ്റ് ചെയ്തു. അപ്പോൾ ഈ കാണുന്ന ഷിരാക്സിന് ലാസ്റ്റ് സെറ്റ് 40 kg ഡംബലാണ്. സോ ദാറ്റ്സ് ഇൻസെയിൻ സ്ട്രെങ്ത്. നമ്മളെല്ലാം നമുക്ക് വേണ പോലെ സപ്പോർട്ട് കൊടുത്തു. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടക്കൽ ആംസ്ഫിറ്റ് ജിമ്മിലാണ്. ഷിരാക്സിന് സെറ്റ് കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മളതാണ്. നമുക്ക് സപ്പോർട്ടൊക്കെ വേണം. നമ്മൾ ഇതുവരെ 20 kg ലാസ്റ്റ് വരെ എടുത്ത് ഇല്ലാത്ത മോട്ടിവേഷൻ ഉണ്ടാക്കി തന്നതാണ് നമ്മളെ കൊണ്ട് 30 kg എടുപ്പിച്ചു. 30 kg ഷോൾഡർ പ്രസ് നമ്മൾ 1 year മുന്നേ എടുത്താണ്. പിന്നെ നമ്മൾ കോമ്പറ്റീഷൻ ചെയ്ത് കാണാൻ നമ്മൾ സ്ട്രെങ്ത് ഒക്കെ ഡ്രോപ്പ് ചെയ്യാൻ 20 kg എത്തി. ഇന്നങ്ങനെ ഷിരാക്സിനെ കണ്ട മോട്ടിവേഷന്റെ പവറിൽ നമ്മൾ 30 kg വീണ്ടും എടുത്തു. സോ സ്ട്രെങ്ത് ഈസ് കമ്മിങ് ബാക്ക്. സോ ഹാപ്പി ഫോർ ദാറ്റ്. അപ്പൊ നമുക്ക് രണ്ടാക്കിലെ പ്രോബ്ലം ആണ്. ഷോൾഡറിനെക്കാളും ഡോമിനന്റ് ആയിക്കാണ് ആംസ് ഉള്ളത്. അപ്പൊ ആ ഒരു കാരണം കൊണ്ടാണ് ഫസ്റ്റ് നമ്മൾ ഷോൾഡറും പമ്പായി കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആംസിന് ഫസ്റ്റ് ചെയ്ത വർക്കൗട്ടാണത് ഇൻക്ലൈൻ ഡംബൽ കേൾ. അപ്പോൾ ഇത് മാത്രം ഉണ്ടാവുള്ളൂ വിചാരിച്ച് നിന്നപ്പോഴാണ് നമ്മൾ പറഞ്ഞത് സൂപ്പർ സെറ്റ് ആണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഹാമർ ഫെയിലർ അടിക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇംഗ്ലൈൻ ഡംബൽക്കുകൾ അതിൻ്റെ കൂടെ തന്നെ ഇംഗ്ലൈൻ ഹാമർക്കുകൾ ചെയ്താണ് നമുക്ക് ഫസ്റ്റ് വർക്കൗട്ട് ഫിനിഷ് ചെയ്തു. ഫിനിഷ് ആയിട്ടില്ല, നമുക്കൊണ്ട് ചെയ്യാൻ. നമ്മൾ ഫസ്റ്റ് തന്നെ ജസ്റ്റ് ട്രൈ ചെയ്താക്കാൻ വേണ്ടി എടുത്ത വെയിറ്റ് ആണ് 15 kg. ആദ്യം എടുത്തപ്പോൾ കുഴപ്പമില്ലായിരുന്നു. പിന്നെ അങ്ങനെ ടെൻഷൻ കൂടി വന്നു. നോർമലി നമ്മൾ ഈ എക്സസൈസിൽ 10 kg ഒക്കെ എടുക്കാറുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ എന്തൊരു മോട്ടിവേഷനെ പുറത്ത് വീണ്ടും 15 kg എടുത്ത് നോക്കി. വെയിറ്റ് ഓവറായ കയപ്പ് കാരണം നമുക്ക് ആ ഒരു ഹാമർക്ക് അടിക്കാൻ പറ്റിയില്ല പ്രോപ്പറായിട്ട്. എന്നാലും നമ്മൾ വിട്ട് കൊടുത്തില്ല. ഇടയ്ക്ക് കുറച്ച് റെസ്റ്റ് എടുത്തിട്ടാണ് ഇങ്ങനെ ഫിനിഷ് ആക്കി. അപ്പോൾ ഇത് നമ്മൾ ആകെ 2 സെറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ആംസ് ഫുള്ള് ലോഡായി. സോ വെയിറ്റിലുള്ള കാര്യം നമ്മളൊക്കെ ആ ഇന്റൻസിറ്റിയാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. നാളെ മതിയാക്കി നോർമലായിട്ട് പല്ലേക്കാൻ പറ്റുമോ അറിയില്ല. അപ്പോൾ ആ സൂപ്പർ സെറ്റ് 2 സെറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അടുത്ത സെറ്റ് പോവാണ്. അടുത്ത് നമ്മൾ ട്രൈസെപ്സിന് വർക്കൗട്ട് ചെയ്യാൻ പോണത്. ഈ ട്രൈസെപ്സിന് വർക്കൗട്ട് ചെയ്യാൻ വീണ്ടും ബൈസെപ്സിന് വർക്കൗട്ട് പോകും. പിന്നെ വീണ്ടും ട്രൈസെപ്സിന് വർക്കൗട്ട്, അത് സൂപ്പർ സെറ്റായി ചെയ്യാൻ പോണത്. ഇപ്പോൾ ട്രൈസെപ്സിന് ഫസ്റ്റ് സൂപ്പർ സെറ്റാണ്. ഫസ്റ്റ് നമ്മൾ റോപ്പിൽ പുഷ് ഡൗൺ ചെയ്യും. ആ പുഷ് ഡൗൺ കഴിഞ്ഞിട്ട് അപ്പം തന്നെ തിരിഞ്ഞു നിന്നിട്ട് നമ്മൾ എക്സ്റ്റൻഷൻ ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ 2 സെറ്റ് ചെയ്ത് നമ്മൾ അങ്ങനെ ഷിരാസിന്റെ പമ്പ് കവർ അയക്കാൻ പോവാണ്. അപ്പൊ ഇതുവരെ കണ്ടവർക്ക് ഇതാ കണ്ടോളി. ഇനിയാണ് കളി സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. അങ്ങനെ ബൈസെപ്സിന് അടുത്ത സൂപ്പർ സെറ്റ് ആണ്. ആദ്യം സ്പൈഡർ കേൾ ചെയ്യാ. ബെഞ്ച് ഇൻക്ലൈനിൽ ഇട്ടിട്ട് ഇതേപോലെ കടന്നിട്ട് കൈ തൂക്കിയിടുക. എന്നിട്ട് മാക്സിമം കേൾ ചെയ്തിട്ട് മെല്ലെ വിടുക. അപ്പം തന്നെ എണീച്ച് നിന്നിട്ട് സ്റ്റാൻഡിങ് ഡംബൽ കേൾ കുറച്ച് ഇൻവേർഡ് ആയി കൊടുക്കുക. അപ്പൊ നമ്മൾ ചെയ്യണ കണ്ടോളി. ഇത് നമ്മൾ നോർമലി ചെയ്തിരുന്ന നല്ല അടിപൊളി വർക്കൗട്ടിനാണ് സ്പൈഡർ കേൾ വരുന്നത്. കറക്റ്റ് ആ പീക്ക് ഫോക്കസ് ചെയ്യുക. പിന്നെ ഹാമർ കേൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഉള്ളിലേക്കാണ് ചെയ്യുന്നത്. കുറച്ച് ഉള്ളിലേക്കായിട്ടാണ് പോകുന്നത്. ഇതങ്ങനെ 2 സെറ്റ് വീണ്ടും ചെയ്തു. അങ്ങനെ വീണ്ടും നമ്മൾ ട്രൈസെപ്സ് നമുക്ക് പോവാണ്. അത് നമ്മൾ ചെയ്തത് റിവേഴ്സ് ഇഷ്ടമാണോ കേട്ടോ. ഇത് നമ്മൾ കുറെ മുന്നേ എത്ര 40 kg നീ നിന്റെ വെയിറ്റ് ഇട്ടോ. അപ്പോൾ വീണ്ടും പഴയ വർക്കൗട്ടുകളൊക്കെ ചെയ്യാൻ പോവാണ്. കുറച്ചുകൂടി ബെൻഡ് വന്നോ വേണ്ട. ഓക്കെ, പൈസ ഡബിൾ പമ്പായി. പൈസ പമ്പായി 2 സെറ്റ് അല്ലേ? പിന്നെ പൈസ ഒരു ഫിനിഷർ വർക്കൗട്ട് ഉണ്ട്. കില്ലറോ അതും കൂടി അടിച്ചിട്ട് നമുക്ക് പൈസ അപ്പൊ ഓക്കെ. പിന്നെ 4 ആംസിന് റിവേഴ്സ് കേബിൾ കേൾ ഉണ്ട്. ആദ്യം ഞാൻ പറയുന്നത് ഓവർ ട്രെയിനിങ് ആണ്. നമ്മ മൊത്തത്തിൽ കവർ ചെയ്യുന്ന മാത്രമുള്ളൂ. ഫുള്ള് പമ്പാവാൻ വേണ്ടി നമ്മൾ ആ 2 സെറ്റ് സ്റ്റാൻഡ് ചെയ്തിട്ടുള്ളൂ വർക്കൗട്ട് ആക്കാൻ. ഓക്കെ, എല്ലാ വർക്കൗട്ടും 2 സെറ്റ് ചെയ്താൽ ഞാൻ പെട്ടെന്ന് തീർക്കും വേണം, കിട്ടും വേണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സൂപ്പർ സെറ്റും അതുപോലെ തന്നെ 3 സെറ്റ് ചെയ്തില്ല. സിംഗിളാണ് റിവേഴ്സ്, സിംഗിളാണ് ക്യാബിളും പിന്നെ റിവേഴ്സും റീച്ചറും ഒരുമിച്ചിട്ട്. ഓക്കെ, ഞാൻ അടിക്കാൻ നോക്കിയാൽ മതി ഫോം. അത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞാൽ ഷോൾഡർ അല്ലേ? അതിന് ഷോൾഡർ ലാറ്ററലൈസ് ഡ്രോപ്പ് സെറ്റ് അടിക്കുക, DTS അടിക്കുക, നിർത്താം. അപ്പോൾ ബൈസിൻ്റെ ഫിനിഷ് വർക്കൗട്ടാണ് ആംസിൻ്റെ. 1 2 3 4 5 6 7 8 9 10
1 2 3 4 5 6 7 8 9 10 ഫിനിഷ് ഫുൾ സ്ട്രെച്ച് ആണ് കേട്ടോ. ഫുൾ സ്ട്രെച്ചിലെ ഫുൾ സ്ട്രെച്ച് ആണ്. നെഗറ്റീവ് നോക്കാം. ഫുൾ സ്ട്രെച്ച് ചെയ്തിട്ട് ഓക്കെ. അപ്പം പയ്യൻ ബാക്ക് വെക്കും. ഇതെന്നാ പോലെ യാ ഫുൾ സ്ട്രെച്ച്. അപ്പം തന്നെ ഫ്രണ്ട് കെട്ടിയാണ്ട് പീച്ചകൾ ചെയ്യുന്ന പോലെ ഈ ഇടയ്ക്ക് വെച്ചിട്ട് മാംസിനെ സപ്പോർട്ട് ചെയ്തോ. ഫസ്റ്റ് ഫേസ് കേബിൾ കൾ അടിച്ച് ഫുൾ സ്ട്രെച്ച് ചെയ്ത് സെക്കൻഡ് കൂടെ സിംഗിൾ ആം സപ്പോർട്ടഡ് കേള്. ഓക്കെ ഈസ് 10 reps. ഫേസ് വേയിൽ നമുക്ക് ഫുൾ ടെൻഷൻ കിട്ടില്ല. നമ്മൾ സ്ട്രെച്ച് ചെയ്യുന്നുണ്ട്. ഇതിൽ നമ്മൾ സപ്പോർട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ സ്വിങ് ചെയ്യല്ല കേട്ടോ. ഷോൾഡർ യൂസ് ചെയ്യല. കേളി അയ്യോ. ഓക്കെ ഒറ്റ സെറ്റ് ചെയ്യുന്നുള്ളൂ അല്ലേ? സെറ്റ് ഉള്ളൂ. ഒറ്റ സെറ്റ് ചെയ്യുന്നുള്ളൂ. ഫിനിഷർ പമ്പിങ്ങിലെ വർക്കൗട്ടാണ്. പോയിക്കാണ്ട് ഏത് ചെയ്തുകാണ്ട് വെറുതെ എല്ലാ മസിൽ കളയാൻ കണ്ട. ഓ മൈ ഗോഡ്, ഇല്ലാത്ത നേരമ്പോ പൊന്തുണ്ട്. പക്ഷെ ഇതാണ് എന്റെ ആംസ് വർക്കൗട്ട് കേട്ടോ. മൊത്തത്തിലായിട്ട് ഞാൻ ഇത് വെച്ചിട്ട് കസ്റ്റമൈസ് ചെയ്യും. ഇതന്നെ ഇതൊക്കെ ഇൻക്ലൂഡഡ് ആണ് എന്റെ ആംസ് വർക്കൗട്ട് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ട്. അതായത് നമുക്ക് ഫീൽ കിട്ടുന്ന കുറച്ച് വർക്കൗട്ടുകൾ ഉണ്ടാവും. അത് നമുക്ക് ബെസ്റ്റാണ്, നമുക്ക് കറക്റ്റായ മൈൻഡ് മസിൽ കണക്ഷൻ കിട്ടുന്നുണ്ട്. അപ്പം അത് ഇൻകോപ്പറേറ്റ് ചെയ്തുകൊണ്ട് വേണം നമ്മുടെ വർക്കൗട്ട് റൂട്ടീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ ബാക്കി വെച്ച് ഞാൻ വർക്കൗട്ട് എടുത്താണ്ട് അതേപോലെ ചെയ്തിക്കാണ്ട് അങ്ങനെ നമുക്ക് റിസൾട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട. അത് ചിലപ്പോൾ നമുക്ക് കൂടുതലായിരിക്കും, ചിലപ്പോൾ കുറവായിരിക്കാം. അപ്പം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യാം ഏത് വർക്കൗട്ടാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ. ട്രൈ ചെയ്ത് നോക്കാം. എന്റെ മെൻഷൻ ചെയ്യാം. അതെ, പമ്പിന്റെ ഫോട്ടോ മെൻഷൻ ചെയ്തിട്ട് സ്റ്റോറി ഇട്. അങ്ങനെ ഇടയ്ക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. നല്ല പമ്പ് കിട്ടും. പക്ഷേ ഗ്രോത്ത് ഫോക്കസ് ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കസ്റ്റമൈസ് ചെയ്തിക്കാണ്ട് നിങ്ങൾക്ക് ഫീൽ കിട്ടണേ, നിങ്ങൾക്ക് നിങ്ങളുടെ കപ്പാസിറ്റി മനസ്സിലാക്കിയിട്ട് ഓവർ ട്രെയിനിങ് ഒന്നും ആവില്ല, എന്നാലത്തെ ആവശ്യത്തിൻ്റെ സ്റ്റിമുലസ് കിട്ടും വേണം ആ ലെവലിലേക്ക് ചെയ്യാം. സോ ഗൈസ്, നമ്മൾ വർക്കൗട്ട് കഴിഞ്ഞു. നമ്മൾ ബൈസും ട്രൈസും ഷോൾഡറും. ഷോൾഡർ ഫുള്ളായില്ല, നമുക്ക് ലാറ്ററൈസിൽ ഡ്രോപ്പ് സെറ്റ് ബാക്കി ഉണ്ടായിന്. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റിയില്ല, ടൈമില്ല, ജിം അടക്കാനായി. നമ്മൾ 10:30 വരെ ഉണ്ടാവും ഞാൻ വിചാരിച്ചു. പക്ഷേ 10 മണി വരെ ഉള്ളൂ. എന്തായാലും ആംസ് നല്ല രീതിക്ക് പമ്പായി. ഞാൻ ഇങ്ങനെ കളിച്ച് കുറച്ച് ദിവസമായിരുന്നു, കുറച്ച് ദിവസമല്ല കുറച്ച് മാസങ്ങളായിരിക്കും ഇങ്ങനെ കളിച്ചു. ഫുള്ള് കളിച്ചിട്ടില്ല ഞാൻ. കുറച്ച് ഡോമിനൻ്റ് ഉണ്ട് ആംസ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം ഫോക്കസിന് കൊടുക്കാതെ ഒരു 1-2 കളിച്ചാൽ പെട്ടെന്ന് തീർക്കലാണ്. ഇന്ന് നമ്മൾ കുറച്ച് ഹാർഡായിട്ട് തന്നെ ട്രെയിൻ ചെയ്ത് നല്ല പമ്പുണ്ട്, കൈ നിർത്താനും വയ്യ. വർക്കൗട്ട് വാസ് ഗുഡ്. വർക്കൗട്ടിനേക്കാൾ ഉപരി നമുക്ക് കാണാൻ പറ്റി, മീറ്റ് ചെയ്യാൻ പറ്റി, സംസാരിക്കാൻ പറ്റി, കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് വലിയൊരു ഇൻസ്പിറേഷനാണ്. ഞാൻ വെറുതെ പറഞ്ഞതല്ല, നമ്മുടെ കേരളത്തിലത്തെ ഫസ്റ്റത്തെ ഇൻഫ്ലുവൻസസിൽ ഒരാളാണ്. വെറുതെ പറയല്ല, സത്യം പറയാണ്. അതായത് മുന്നേ കണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്തവർക്ക് മനസ്സിലാവും, ഇന്ത്യ കൂട്ടത്തിൽ കണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്തവർക്ക് മനസ്സിലാവും ആ ടൈമിൽ ആരൊക്കെ ഇൻഫ്ലുവൻസസ് പറഞ്ഞിട്ട്, അതുപോലെ അത്ലീറ്റ്സ്, സ്പോൺസേഡ് അത്ലീറ്റ്സ് പറഞ്ഞിട്ട് ആരൊക്കെ ഉണ്ടായിരുന്ന കാര്യം അറിയുണ്ടാവും. ആ നോർത്ത് 4 years back കുറെ നോർത്ത് കുറെ പേരുണ്ടായിരുന്നു. നോർത്ത് ഇഷ്ടംപോലെ പേര്, കുറെ പേരുണ്ടായിരുന്നു, സക്കേറ്റ്, സിംഗ, കുറെ പേരുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ കേരളത്തിൽ ആദ്യം ആൾക്കാരില്ലായിരുന്നു. അതിൽ ആ ടൈമിൽ 1-2 ആൾക്കാർ പറയാൻ മാത്രം 2-3 ആൾക്കാരില്ലായിരുന്നു. അതിൽ ഒരാളാണ് ഇത്. ഞങ്ങള് അലി ഇപ്പൊ എന്റെ ഇൻസ്പിറേഷൻ ആണ്. അവൻ പറയുന്നത് എന്റെ കരിയർ പക്ഷേ ആർക്കിടെക്ട് ആട്ടോ. ഫുൾ ടൈം ആർക്കിടെക്ട് ആണ്. പാർട്ട് ടൈം ആയിട്ട് ഇത് ഉണ്ടായത്. ഇപ്പൊ ഫുൾ ടൈം ആയിട്ട് ആർക്കിടെക്ട് ആയി. അതുകൊണ്ടാണ് ആ ഒരു ഇത് മാറിയോണ്ടാണ് ഇങ്ങനെ ആവാൻ കാരണം. അല്ലെങ്കിൽ ഇപ്പോ ശരിക്ക് ഇല്ല, അല്ലെങ്കിൽ ഉണ്ടാവില്ല. ഞാൻ കിട്ടിയത് ആക്ച്വലി ഞാൻ ഫസ്റ്റ് ടു ബി ഓണസ്റ്റ് ഞാൻ ഫസ്റ്റ് മുതലേ ഇൻഫ്ലുവൻസർ ആയിട്ട് എന്നെ തന്നെ കൺസിഡർ ചെയ്തിട്ടില്ല. എന്റെ കോളേജ് ലൈഫിൽ വെറുതെ ഇട്ട ബോറടിച്ചപ്പോൾ എഡിറ്റ് ചെയ്ത വീഡിയോ വൈറലായി, അങ്ങനെ സ്പോൺസേർഡായി. ആ ടൈം ആരും ഇല്ലല്ലോ.
അങ്ങനെ വന്ന് പിന്നെ പേയ്മെന്റും കാര്യങ്ങളൊക്കെ കിട്ടിയാൽ ജസ്റ്റ് കോവിഡ് ടൈമല്ലേ, കോളേജില്ല, വെറുതെ വീട്ടിലിരിക്കുന്നു, വീഡിയോസ് സെറ്റ് ചെയ്ത് അങ്ങനെ കിട്ടും. അപ്പോൾ പാഷൻ്റെ പുറത്ത് എല്ലാവരും തന്നെ പാഷൻ്റെ പുറത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടാണ്ട് അങ്ങനെ പോകുന്നതാണ്. പിന്നെ പ്രൊഫഷൻ, ഞാനൊക്കെ പ്രൊഫഷൻ ഈ പാഷൻ ആക്കി മാറ്റി. അപ്പം അങ്ങനെ നല്ല പ്രൊഫഷനാണ് വന്നത്, ഏർണിങ്സ് ഉണ്ട്, അറിയാം. ഞാൻ പേഴ്സണലി ഗെയിൻ ചെയ്തതാ. പക്ഷേ ചോയ്സ് ആണ്. നമുക്ക് ബെസ്റ്റ് നോക്കിയിട്ട് നമ്മൾ ചൂസ് ചെയ്യുക, ഇല്ല ഫോളോ ചെയ്യുക. അപ്പോൾ എന്തായാലും വർക്കൗട്ട് കഴിഞ്ഞു, നമുക്ക് പോസ്റ്റ് ചെയ്ത് നോക്കല്ലേ. യെസ്. സോ ഡിഫറൻസ് ഈ എത്ര വർഷമായി? 6 years. ഞാനൊരു 5 to 6 yearsൻ്റെ അടുത്ത്. 6 years ആയിട്ടില്ല, ആവുന്നു. ചെസ്റ്റ് കളിച്ചിട്ടില്ല, പക്ഷെ ഞാൻ ചെസ്റ്റ് പോസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. നമ്മളെ വ്ലോഗ് വൈൻഡപ്പ് ചെയ്യാൻ പോകണേ. അപ്പോൾ അടുത്ത വ്ലോഗിൽ കാണാം. ബൈ.